നമ്മുടെ പുതിയ വീഡിയോ നല്ല പച്ചപ്പോടുകൂടി തന്നെ ആവട്ടെ അല്ലേ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കൈതോല ചെത്താൻ വേണ്ടി പോയതാട്ടോ. ഇതാകണം നമ്മുടെ കൈതോല. ഇന്ന് മിക്കവരും കാണുന്നുണ്ടാവില്ല. പണ്ട് കാലത്തുള്ളവരുടെ ഒരു തൊഴിൽ തന്നെയായിരുന്നു ഇത്, തഴപ്പായ ഉണ്ടാക്കൽ. അപ്പോൾ അമ്മ ഇന്ന് എനിക്കൊരു ചെറിയൊരു പായ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ഇത് പറിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പറിക്കലൊരു ഏറ്റവും പണിയുള്ളൊരു സംഭവമാണ്. കാരണം ഇതിൻ്റെ ചുറ്റും മുള്ളായിരിക്കും. അതും വന്ന് ചെത്തിയെടുക്കാൻ തന്നെ ഭയങ്കര പണിയാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ ഒന്ന് ചെത്തിയെടുത്തത്. പിന്നെ ഒരു തോട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ മുറിച്ചെടുത്തു. അങ്ങനെ ഇത് ഏറ്റവും പണി ഇതിൻ്റെ മുള്ള് കളയലും ഇത് കൊണ്ടുപോകലും ഇത് വെട്ടിയെടുക്കലൊക്കെയാണ്. അതിന് ശേഷം നമ്മൾ വിവിധ ഘട്ടങ്ങളിലൂടെയാട്ടോ നമ്മൾ ഈ പായ ഉണ്ടാക്കേണ്ടത്. ആദ്യം ഇത് മുറിച്ചുകൊണ്ട് പോയി നമ്മളിതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് കുറച്ച് നേരം വെയിലത്തൊക്കെ ഇട്ടൊന്ന് ഉണക്കി അതിന് ശേഷം ഇത് നമ്മൾ റൗണ്ടാക്കി വെക്കണം. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ വളച്ചിലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം വേണം നമ്മളിതുകൊണ്ട് നമ്മൾ പായ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ കെട്ടി എടുത്ത് വെക്കേണ്ടവർക്ക് അങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. വർഷങ്ങളോളം അവിടെ ഇരുന്നോളും. അതിന് ശേഷം ഇഷ്ടമുള്ളപ്പോൾ പായൊക്കെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനത്തെ ഞങ്ങളിത് മുറിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ഒരു വലിയ പായ ഉണ്ടാക്കുന്നതല്ല, ഒരു ചെറിയൊരു പായ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ കൈതോലൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് വീട്ടിൽ. കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ, ബാക്കി അമ്മ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും കണ്ടോ ഇഷ്ടം പോലെ മുള്ളുകൾ. അത്യാവശ്യം മൂത്തൊരു കൈതോലയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഭയങ്കര കൂർത്ത മുള്ളുകളാട്ടോ. ചിലത് നല്ല കനം കുറഞ്ഞിട്ടുള്ളതുണ്ട്. അങ്ങനെ അമ്മ ഇതൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇത് കളയുന്നതിനൊരു നേക്ക് വേണം കേട്ടോ. പണ്ടൊക്കെ അമ്മയുടെ കാലത്തൊക്കെ അവരും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അമ്മ ഇതിൽ എക്സ്പേർട്ടായിട്ടോ. ഞങ്ങളിതൊക്കെ മുള്ള് കളയാനിരുന്നാൽ കുറേ നേരം എടുക്കും. അതാണ് അമ്മ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ നടുവിലും നല്ല കൂർത്ത മുള്ളുകളാണ്. നമ്മുടെ കയ്യുമൊക്കെ കൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇതാക്കാൻ തന്നെ. ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കൊട്ടകളൊക്കെ ഉണ്ടാക്കണത്. ഇതുകൊണ്ട് കൊട്ട ഉണ്ടാക്കില്ല, ഒട്ടിമത്തുള്ളി അതുപോലെ കൊട്ട ഉണ്ടാക്കിയാണോ? അല്ല, നമ്മ ഈ കടയിൽ നിന്നൊക്കെ അത് ഒരഴിൻ്റെ മുളില്ലേ, മുളര അങ്ങനത്തെ ഇതുണ്ട്, തൊലി പോലത്തെ സാധനം, കട്ടിയുള്ളത്, അതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാക്കുന്നതാണ്.
അങ്ങനെ ദേ നമ്മൾ അധികം നേരം വെയിലത്തിട്ടിട്ടില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കണ്ട കാരണം വേഗം ഒന്ന് കെട്ടി വെച്ചെന്നുള്ളൂ കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ പായ ഉണ്ടാക്കാനായിട്ട് ഓലെടുക്കാനായിട്ട്. ആ ഒരു ഇത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ നല്ലൊരു റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കെട്ടി വെക്കുന്നത്. ഇങ്ങനെ കെട്ടി എടുത്ത് വെക്കേണ്ടവർക്ക് അങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അങ്ങനത്തെ അമ്മതയും നമ്മുടെ ചെറിയ പായ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇത് ഞാൻ നോക്കിയിട്ട് എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ വീണ്ടും നോക്കി പഠിക്കുകയായിരുന്നത്. മതിയായത്തിനും കൂടെ വേണം. ഇത്രയും പേരെ തേനുണ്ട് കൊണക്കാനും പിടിക്കാനായിട്ട് കളയണ്ടാന്ന് വെച്ചിട്ടാണ്. ഓട്ട വരും എടുത്തിട്ടാല് ടേബിൾ കൂടെ നല്ലത് കഴിഞ്ഞോട്ടോ. കൂട്ടല് ഒക്കെ വെച്ചിട്ട് വെക്കുന്നുണ്ടോ.
അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞ് പായുടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഫിനിഷിങ്ങും, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു ഭംഗി. നമുക്കത് ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാട്ടോ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.